ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ ഫുഡ് ഓൺ വീൽസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ വിളിച്ചോയ്. ഇന്ന് നമ്മൾ കർക്കിടകമായതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ സ്പെഷ്യലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ കുട്ടിക്കാലങ്ങളിലെല്ലാം സ്ലേറ്റ് തുടക്കാൻ എടുത്തിരുന്ന മഷിത്തണ്ട് വെച്ചിട്ട് ഒരു ചെറിയ തോരൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ബ്രീഫ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകാം. അതായത് ഇതിനെ വെള്ളത്തണ്ടെന്നും വെറ്റില പച്ച എന്നൊക്കെ നമ്മുടെ മലയാള ഭാഷകളിൽ ഇതിൽ അറിയപ്പെടാറുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം, ശാസ്ത്രനാമമാണ് ഞാൻ പറയുന്നത്, പെപ്പറോമിയ പെലിസീഡിയ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഈ പേര് വെച്ച് നിങ്ങൾക്ക് ആമസോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഞെട്ടലുണ്ടാവും. വേറൊന്നുമല്ല, ഇതിൻ്റെ വില എന്ന് പറയുന്നത് 539 രൂപ ഒരു കിലോയ്ക്കാണ് കേട്ടോ. നമ്മുടെ വീടുകളുടെ മുറ്റത്തും മതിലിലും പറമ്പിലും ഒക്കെ ആയിട്ടൊക്കെ ഇഷ്ടം പോലെ കാണപ്പെടാറുള്ള ഈ ചെടിക്ക് നമ്മളാരും ഇതിന് വില കൊടുക്കാറില്ല. എന്നാൽ ആമസോൺ ഇട്ടിരിക്കുന്ന വിലയാണ് ഞാനീ പറഞ്ഞത്. ഇത് വില കൊണ്ട് മാത്രമല്ല അറിയിച്ച് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ്, മാഗ്നീഷ്യം, കാൽഷ്യം, മിനറൽസ് എല്ലാം കൊണ്ട് ഇത് വളരെയധികം സമ്പന്നമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരുപാട് രീതിയിൽ നമുക്ക് പല വെറൈറ്റീസ് റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിൽ നമ്മൾ തോരനാണ് ഇന്ന് ചെയ്യുന്നത്. ഞങ്ങൾ ഇതിനു മുന്നേ വേറെ രീതിയിൽ ചെയ്തു നോക്കിയത് ചെമ്മീൻ വെച്ചിട്ട് ഇത് ഉലർത്തിയെടുക്കാം, നമ്മൾ ചീര ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പരിപ്പിട്ട് പടവലങ്ങയും പരിപ്പ് ഇട്ട് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനെ ഒരു ചാറ് കറി പോലെ ആക്കിയെടുക്കാം. ഇറച്ചി കൊണ്ടും ഇതൊരു വിഭവമാക്കിയെടുക്കാം. ഇറച്ചിയിലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളിത് തോരനാണ് ചെയ്യുന്നത്. അപ്പം ഇനി വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ മഷിത്തണ്ടിനെ ഇല മാത്രമായിട്ട് നമുക്കൊന്ന് അടർത്തിയെടുക്കാം. ഇതിൻ്റെ തണ്ടോടുകൂടി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷെ ഞാനിന്ന് ഇവിടെ ചെയ്യുന്നത് ഇല മാത്രം എടുത്തിട്ടാണ്. അപ്പോൾ ഇനി ഈ ഇല എല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതായിരുന്നു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്യണം. ഇത് വളരെ ചെറിയ സ്ലൈസസ് ആയിട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടിത് വീണ്ടും വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും ഏതാണ്ട് ഒരു കൈപ്പിടിയോളം തേങ്ങയും ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് കൂടി ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ കടുക് ഏകദേശം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു ചെറിയ 1/4 ടീസ്പൂണോളം മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കറി അതായത് ഈ ഇലയിലൊക്കെ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. അപ്പോൾ നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ തേങ്ങയും ഉള്ളിയും കൂടി ഇതുപോലെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അപ്പോൾ തോരൻ വയ്ക്കാൻ വളരെ എളുപ്പമാണല്ലോ. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് തോരൻ. പിന്നെ നമ്മളുടെ മിക്സായ ഇതിലേക്ക് നമ്മളുടെ ഇല കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഇല കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നിന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഇത് എല്ലായിടവും യോജിച്ച് തേങ്ങാപ്പീരയും ഇലയുമായിട്ട് നന്നായി മിക്സായി തന്നെ വരണം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഞാനിപ്പോൾ. ഏകദേശം ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പാണ് ഞാൻ ചേർത്തത്. ഉപ്പെല്ലാം നിങ്ങൾക്ക് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ച ടൈമിൽ അതും കൂടി ചേർത്ത് കൊടുക്കുന്നത് അത്യുത്തമമാണ്. നല്ല ടേസ്റ്റ് അതിനൊരു കളർഫുള്ളൊക്കെ ലഭിക്കുന്ന. പിന്നെ ഈ തോരൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന തേങ്ങാപ്പീര ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഉള്ളി ആയിക്കോട്ടെ, നമ്മളുടെ ഇല ആയിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ ജലാംശം കൂടുതലുള്ളതാണ്. അപ്പോൾ ഇത് മാറുന്നിടത്തോളം നമ്മളൊന്ന് ഇടവിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് വെള്ളം മുഴുവൻ മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ കറിയുടെ പാകം ശരിയായി. അപ്പോൾ ഇത് ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.